വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് മോൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തുകയാണ്. അപ്പോൾ ഇതേ ചെറിയ പരിപാടി, നമ്മുടെ ഇവിടെ എല്ലാ വീട്ടുകാരും പിന്നെ ബേപ്പൂരിൽ നിന്ന് എല്ലാവരും, അവിടുത്തെ എല്ലാവരും കൂടെയാണ് വരുന്നത്. വേറെ ആരും പ്രത്യേകിച്ച് വിളിക്കുന്നൊന്നുമില്ല, ചെറുതായിട്ടൊരു ഫംഗ്ഷൻ പോലെ നടത്തുകയാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെ വലിയ ആർഭാടം കഴിക്കാത്ത എനിക്കും വയ്യ, കൃഷ്ണമോക്കും വയ്യ. എനിക്കിത് സ്റ്റിച്ചിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പെയിനും പിന്നെ പനി അതൊക്കെയാണ്. മോക്കും തന്നെ ഇപ്പോൾ 4 ദിവസമായിട്ട് നല്ല പനിയാണ്. അപ്പോൾ അതേ ന്യൂമോണിയൻ്റെ സ്റ്റാർട്ടിങ്ങാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പരിപാടിയായിട്ടുള്ള ഒരു ചെറിയ പരിപാടിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഓക്കേ. എന്താ ഇച്ചി അവരെല്ലാരും വന്നപ്പോഴൊക്കെ ദേ മോൻ നല്ല ഉറക്കാട്ടോ. അപ്പൊ ദേ വേഗം അവനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടിട്ട് നോക്കാട്ടോ. അങ്ങനെ അവനെ കുളിപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എണ്ണയിപ്പിച്ച് വേഗം കുളിപ്പിച്ചെടുക്കാട്ടോ. ഞങ്ങളിത് സുന്ദര കുട്ടപ്പനായി കുളിച്ചൊരുങ്ങി പട്ട കൊടുത്ത് റെഡിയായി വന്നിരിക്കട്ടോ. ഞങ്ങള് നൂല് കെട്ടാനുള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അല്ല മറ്റേ അദ്രിത് ശ്രീവത്സ. ബേപ്പൂരിൽ നിന്ന് വന്ന ടീമിൽ ഇതേ കുറച്ച് പേരും കൂടെ എത്താണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവര് ബ്ലോക്കിൽ കുടുങ്ങിയതുകൊണ്ട് ലേറ്റായി പോയതാട്ടോ. പിന്നെ മോന് ചരട് കെട്ടേണ്ടത് മുഹൂർത്തം നോക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചടങ്ങ് വേഗം നടത്തിയതാട്ടോ. അവരിത് ചടങ്ങ് കഴിഞ്ഞിട്ട് എത്തിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് കൂടാനൊക്കെ ആയല്ലോ. കുറച്ച് നേരം വൈകിയാലും വേഗം എത്തിയിട്ടുണ്ട്. അവരെത്തിയതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്തു വെക്കാട്ടോ. ഫോട്ടോയും വീഡിയോയും ഒക്കെ എല്ലാവരും മെമ്മറി ആയിട്ട് സൂക്ഷിക്കേണ്ടതല്ലേ. അപ്പൊ കൃഷ്ണമോക്കാണെങ്കിൽ തീരെ മൂഡ് സെറ്റ് ആവുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് വയ്യ, പനിയൊക്കെ ആയിരുന്നു. ഈ വീക്ക് ഫുള്ള് പനിയായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒന്ന് റെഡി ആവാനുണ്ട്.
വലിയ കളിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഓടി കളിച്ച് അവള് റെഡിയാക്കി തന്നേന്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളെ കുട്ടൂസം പിന്നെ ഫുൾ ടൈം ഉറക്കാട്ടോ. പകല് ആയാൽ പിന്നെ അവൻ ഫുൾ ടൈം ഉറക്കായിരിക്കും, അവൻ ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ ദേ ഞങ്ങൾ ഓരോ കളിയും ചിരിയൊക്കെ ആയിട്ടും ഓരോരുത്തർ സംസാരവും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോവാട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷത്തെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് മോക്കൊക്കെ വയ്യ എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പൊ മോളൊക്കെ ഊട്ടിയിട്ടില്ല. ഞാനും ഏട്ടനും അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ ആട്ടോ പോണത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാന്ന് എഴുതിയിട്ട് അങ്ങോട്ടാട്ടോ, വടപുറം ഹോസ്പിറ്റലിലേക്കാട്ടോ പോണേ. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വേഗം കാണിച്ചതിന് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടോ. ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ടിട്ടോ, കുഞ്ഞുമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വേഗം കാണിച്ച് പോന്നു. മെഡിസിൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലമ്പൂര് എത്തി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ വഴിന്ന് ഞങ്ങളുടെ പാപ്പിയും പാപ്പനും അവരൊക്കെ പോവാന്ന് പറഞ്ഞ വഴിയിൽ വെച്ചിട്ടാട്ടോ അവരെ കണ്ടത്. അപ്പൊ അവര് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ. ഇതിന് ശേഷം വീട്ടിലെത്തിയിട്ട് വേണം ഇനി അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഒക്കെ പോവാനും. വീട്ടിലെത്തിയപ്പോഴേക്കും ആകെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്.